നമസ്കാരം. കോൺഗ്രസ്സുകാരുടെ സമരത്തിന് പോയിട്ട് വന്ന വീണ എസ് നായരുടെ ഒരു പോസ്റ്റ് വായിക്കുകയായിരുന്നു. വീണ എസ് നായരെ മനസ്സിലായില്ലേ? ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകില്ലല്ലോ. നമ്മുടെ ആക്രിക്കട വീണ നായർ, മറ്റേ പോസ്റ്റർ കോൺഗ്രസ്സുകാരെല്ലാം കൂടി നേരെ ആക്രിക്കടയിൽ കൊണ്ടുവന്ന് കളഞ്ഞ അതേ താരത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇക്കഴിഞ്ഞ 26-ാം തീയതി കോൺഗ്രസിന്റെ സമരത്തിൽ പങ്കെടുക്കാൻ തലസ്ഥാനത്ത് പോയതാണ്. ഇപ്പോ സമരങ്ങളുടെ വേലിയേറ്റ കാലമാണല്ലോ, തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ക്യാമറകൾ അണിനിരത്തി ഓരോരോ കഥാപാത്രങ്ങളായി ഇറക്കി വിടുകയാണ്. അങ്ങനെ കോൺഗ്രസ്സുകാരോട് നേരെ സമരത്തിന് പോയതാണ്. മനുഷ്യരായിട്ടുള്ളവർ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? പക്ഷേ വീണ എസ് നായർ അടുത്ത ഒരു സീറ്റ് കിട്ടേണ്ടതല്ലേ, ആവേശപൂർവ്വം ചെന്ന് കയറി കൊടുത്തു. ഇപ്പൊ എന്ത് വേണം? ഇപ്പോ താലിയില്ല, മാലയില്ല, അരഞ്ഞാണമില്ല, എന്തിനേറെ പറയുന്നു, കൊലുസ് വരെ അടിച്ചുകൊണ്ട് പോയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അവർ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടൊക്കെയാണ്. കോൺഗ്രസ്സുകാരായതുകൊണ്ട് യാതൊരു അത്ഭുതവുമില്ല. ഈ അടുത്ത കാലത്ത് യൂത്ത് വനിതാ നേതാവ് ആലപ്പുഴയുള്ള അരിതാ ബാബുവിന്റെ കമ്മലും മാലയും വരെ അടിച്ചുകൊണ്ട് പോയ ഒരു ഉദാഹരണം നമ്മൾ കേട്ടതാണ്. ഇപ്പോ വീണ നായർ അഥവാ വട്ടിയൂർക്കാവിലൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആക്രിക്കട വീണ എസ് നായരുടെ പോസ്റ്റ് ഇതേ ഇങ്ങനെയാണ്: 26-ാം തീയതി 10:30-ക്ക് ശേഷം എന്റെ മാലയും താലിയും കാണുവാനില്ല. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആരുടെയെങ്കിലും കയ്യിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാലയുടെ ചിത്രം ചുവടെ ചേർക്കുന്നു. വിൽപ്പനയ്ക്കോ പണയത്തിനായോ എത്തിയതായി ശ്രദ്ധയിൽപ്പെടുന്നെങ്കിൽ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇപ്പൊ കിട്ടും. ഈ ഗോൾഡ് എന്ന് പറഞ്ഞാൽ UDF-ലുള്ളവർക്ക് വീക്ക്നെസ് ആണെന്ന് ഇതുവരെ വീണ എസ് നായർക്ക് അറിയാൻ വയ്യ. എപ്പോ പൊക്കിക്കൊണ്ട് പോയെന്ന് ചോദിച്ചാൽ മതി. സമരത്തിൽ തീവ്രതയോടുകൂടി ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർത്തിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് അറിയുന്നത് സകലതും ഊരിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം. കോൺഗ്രസ്സുകാരെ കുറിച്ച് ഇതുവരെ ഒരു വിലയിരുത്തലില്ലാതെ പോയല്ലോ എന്ന് വീണ എസ് നായരെ കുറിച്ച് ഓർത്ത് പരിതപിക്കേണ്ടി വരികയാണ്. എന്തായാലും ആ സങ്കടത്തിൽ നാട്ടുകാർ പങ്കുചേരേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും കിട്ടണമെങ്കിൽ തിരിച്ചു കൊടുക്കാനോ പണയം വയ്ക്കാനോ വിൽക്കാനോ ശ്രമിച്ചാൽ, കാര്യം പലരെയും സംശയം കാണും, ആ സമരത്തിൽ പങ്കെടുക്കുന്നവർ സമരത്തിലല്ലല്ലോ അവരുടെ നോട്ടം, ആരൊക്കെ എന്തൊക്കെ ഇട്ടുകൊണ്ട് വരുന്നു, എന്തൊക്കെ ഒപ്പിച്ചുകൊണ്ട് പോകാമെന്നുള്ള നിലയ്ക്കാണ് വരുന്നത്. ആ നിലയ്ക്കാണ് 26-ാം തീയതി അലയടിച്ച സമരത്തിൽ വീണ എസ് നായരുടെ താലിമാല വരെ അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരുടെ സമര തീവ്രത അതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട, എപ്പോഴേ മുക്കിക്കാണും. അതായത് ഈ പോസ്റ്റ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ഇന്നിപ്പോ തീയതി 29-ആയി. 26-ാം തീയതി നഷ്ടപ്പെട്ടു, 27-ാം തീയതി ആരോടും പറഞ്ഞില്ല, 28-ാം തീയതി രാത്രിയാണ് ഈ പോസ്റ്റ് ഇടുന്നത്. 27-ാം തീയതി തന്നെ അതിനെ വിറ്റ് പുട്ടടിക്കാനാണ് വഴി. കോൺഗ്രസ്സുകാർക്ക് എന്ത് താലിമാല? ആരെങ്കിലും മനുഷ്യരായിട്ടുള്ളവർ സ്വർണം ഇട്ടുകൊണ്ട് സമരത്തിന് പോകും, അതും കോൺഗ്രസ്സുകാർക്കിടയിൽ? കിട്ടണ സാധനങ്ങളെല്ലാം അടിച്ചോണ്ട് പോകുന്ന ടീമുകളെടുത്ത് ഇങ്ങനെ പോയതിനു ശേഷം ഇപ്പോ വന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ മോങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ വീണ എസ് നായരാണെന്ന് പറഞ്ഞാൽ കോൺഗ്രസിലുള്ളവർക്ക് പിന്നെ വലിയ ആളാണ്. അവർ മറ്റേ ആക്രി ടീം ഇതോ വരുന്നു എന്ന നിലയ്ക്കാണ് ഇവരെയൊക്കെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സമരത്തിൽ പോകുന്ന കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് ഇത് കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കുക. സ്വർണമാല, അരഞ്ഞാണം, കൊലുസ് തുടങ്ങി കമ്മൽ ഒരു തരത്തിലും സ്വർണ്ണം ഇട്ടുകൊണ്ട് പോവല്ലേ. പോയി കഴിഞ്ഞാൽ കൂടും കുടുക്കയും വരെ അടിച്ചുകൊണ്ട് പോണ ടീമാണ് നിങ്ങളോടൊപ്പം സമരത്തിന് വന്ന് നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞോളൂ. പല ഉദാഹരണങ്ങൾ പല സന്ദർഭത്തിലായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, പ്രതിപക്ഷ നേതാവിന്റെ പല സാധനങ്ങൾ വരെ അടിച്ചുകൊണ്ട് പോയ ടീമുകളാണെന്ന് അദ്ദേഹം രഹസ്യമായും പരസ്യമായും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിനോട് എന്താണ് ഈ സ്വർണം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കൂടി നിങ്ങൾ കേൾക്കണം. അതൊരു ടീം വർക്കാണ്, ഒരാൾക്കൊന്നും ഒറ്റയ്ക്കും അത് ചെയ്യാൻ പറ്റില്ല. അതെ, ഞങ്ങൾ കൂട്ടായി പരിശ്രമിച്ചതിന്റെ വിജയമാണ്. അതുകൊണ്ട് പോയ താലിയുടെയും മാലയുടെയും കൊലുസിന്റെയും അരഞ്ഞാണത്തിന്റെയും ഒക്കെ കാര്യം ആലോചിച്ച് ഇന്നത്തെ സ്വർണ്ണ വിലയുമായി താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ തട്ടിച്ചു നോക്കിയാൽ വീണ എസ് നായർക്ക് ചിലപ്പോൾ അറ്റാക്ക് വരാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, പോയതോർത്ത് സമാധാനിക്കാനേ വഴിയുള്ളൂ. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഇരുമ്പ് കുടിച്ച വെള്ളം അത് തുരുമ്പെടുത്ത് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ആ വെള്ളം പിന്നെ തിരിച്ചെടുക്കാമെന്നുള്ളത് വ്യാമോഹം മാത്രമാണ്. കൊണ്ടുപോയവർ അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ഘടകകക്ഷി ടീമുകൾ എന്ന് പറഞ്ഞാൽ മൊത്തം സ്വർണം ബിസിനസ്സാണ്. ഇതിലുള്ളവരും അതിന്റെ പങ്കാളികളാണ്. ആ നിലയ്ക്ക് ഇനി ഒരു കാരണവശാലും അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടുന്നതിനേക്കാൾ നല്ലത് പുതിയതെങ്ങാനും പൈസ ഒപ്പിച്ച് വാങ്ങുന്നതാണെന്ന് മാത്രമേ പറയാനുള്ളൂ.